ഇസ്രായേൽ രാഷ്ട്രം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും ദുരിതപൂർണമായ കാലഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോകുന്നത്. കേവലം രാഷ്ട്രീയമോ സൈനികമായ ഒരു പോരാട്ടത്തിനപ്പുറം ആ രാജ്യത്തിന്റെ മനസ്സാക്ഷിയെ തന്നെ പിടിച്ചുലച്ച ഒരു മാനുഷിക ദുരന്തമാണ് അവിടെ ഇപ്പോൾ അരങ്ങേറുന്നതും. സെപ്റ്റംബർ 5-ന് ജെറുസലേമിലെ തെരുവുകളിൽ ഉയർന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ ഹൃദയവേദന നിറഞ്ഞ പ്രതിഷേധം യുദ്ധത്തിന്റെ ഇരുണ്ട മുഖം എത്രമാത്രം ഭീകരമാണെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിയിലേക്ക് നടന്ന ആ മാർച്ചിൽ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളോ സൈനിക തന്ത്രങ്ങളോ ആയിരുന്നില്ല മുഴങ്ങിയത്. മറിച്ച് സ്വന്തം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ ആഴത്തിലുള്ള വേദനയും അവരെ തിരികെ ലഭിക്കണമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയും മാത്രമായിരുന്നു. 2023 ഒക്ടോബർ 7-ന് ഹമാസ് നടത്തിയ അതിർത്തി കടന്നുള്ള ആക്രമണത്തോടെയാണ് ഈ ദുരന്തം ആരംഭിക്കുന്നത്. അപ്രതീക്ഷിതമായ ആക്രമണം നൂറുകണക്കിന് ഇസ്രയേലി പൗരന്മാരുടെ ജീവൻ അപഹരിക്കുകയും ഏകദേശം 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തു. ഗാസയിലേക്ക് കൊണ്ടുപോയവരിൽ കുട്ടികളും സ്ത്രീകളും വൃദ്ധരും ഉണ്ടായിരുന്നു. ഈ സംഭവം ഇസ്രയേലിന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ചകളിലൊന്നായി വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്ന് ഇസ്രായേൽ ഗാസയിൽ ആരംഭിച്ച സൈനിക നടപടി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കി. യുദ്ധം 700 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഗാസയിൽ കുറഞ്ഞത് 64,300-ലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു.